ദില്ലി AI ഉച്ചകോടിയിലെ പ്രതിഷേധത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ് ഭാനു ചിബിനെ കസ്റ്റഡിയിൽ വിട്ടു. 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. കോടതി വളപ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് തമ്മിൽ വാക്കേറ്റമുണ്ടായി. പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതോടെ കുന്തും തള്ളുമുണ്ടായി എന്നുള്ളതാണ്. AI ഉച്ചകോടിയിലെ കെടുകാര്യസ്ഥത മറച്ചുവെക്കാനാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്ന് ഷാഫി പറമ്പിൽ MP പറഞ്ഞു. ഇന്ത്യയുടെ AI സമ്മിറ്റിൽ ഇന്ത്യ വളർന്നു വരുന്ന ടെക്നോളജിയിൽ AIയിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന നേട്ടങ്ങളെ ഷോക്കേസ് ചെയ്യാൻ വേണ്ടി നടത്തിയ സമ്മിറ്റിൽ ചൈനീസ് റോബോട്ട് കൊണ്ടുവച്ച് ഇത് ഇന്ത്യനാണെന്ന് അവകാശപ്പെടുന്ന മിസ്മാനേജ്മെന്റിന് അതാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയെ നാണം കെടുത്തിയത്. ചോദ്യങ്ങൾ ചോദിക്കുന്നവരല്ല ഇന്ത്യ നാണം കെടുത്തുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ പോയ ഭരണകൂടമാണ് ഇന്ത്യ നാണം കെടുത്തുന്നത്. ഇന്ന് ഭോപ്പാലിൽ രാഹുൽജിയും ഖാർഗെജി ഉൾപ്പെടെ നയിക്കുന്ന മഹാറാലി ഇന്തോ അമേരിക്ക ട്രേഡ് ഡീലിൽ ഇന്ത്യക്കുണ്ടായ തിരിച്ചടികളെ തുറന്നു കാണിക്കുന്ന, എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോംപ്രമൈസ്ഡ് ആണെന്ന് അദ്ദേഹം സംസാരിക്കുന്ന ഒരു മഹാറാലി. അപ്പം അതിൻ്റെ അറ്റൻഷൻ കൂടെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റ് നാടകം ഇതിന്റെ മുന്നിൽ മുട്ടുമടക്കുന്നത്. ഷാഫി പറമ്പിന്റെ പ്രതികരണമാണ്. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ചിബിനെ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഈ പ്രതിഷേധത്തെ വേറെ രൂപത്തിലാക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. ഇപ്പോൾ 4 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുമ്പോഴും അവിടെ പ്രവർത്തകരുടെ വലിയ പ്രതിഷേധമായിരുന്നു അല്ലേ? തീർച്ചയായും പട്യാല കോടതിക്ക് മുന്നിൽ വലിയ പ്രതിഷേധ കാഴ്ചയായിരുന്നു. ഉദയകുമാർ ചിമിയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്തൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിക്ക് പുറത്തും ആ വഴിയിലുമൊക്കെ തന്നെ നിന്ന് പോലീസിനെതിരെ, നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയായിരുന്നു. ഏതായാലും ഈയൊരു സംഭവം എന്ന് പറയുന്നത് ജനാധിപത്യ അവകാശത്തിന്റെ ഭാഗമാണ് പ്രതിഷേധിക്കുക എന്നത്. അങ്ങനെ പ്രതിഷേധിക്കുക എന്ന ജനാധിപത്യ അവകാശത്തിന് നേരെയുള്ള കടന്നാക്രമണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പ്രതികരിക്കുന്നത്. ഈ AI ഉച്ചകോടിയിൽ നടന്നിട്ടുള്ള ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി 9ാമത്തെ അറസ്റ്റായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ ഇപ്പോൾ ഉദയ് ഭാനുവിനെ അറസ്റ്റ് ചെയ്തതിലൂടെ ഉണ്ടായിരിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടത്. പക്ഷേ 4 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി നൽകിയിരിക്കുന്നത്. ഈ ഒരു പ്രതിഷേധത്തിന്റെ സൂത്രധാരകൻ ദേശീയ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ ദിവസം ഭോപ്പാലിൽ നിന്നൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ പോലീസ് പ്രത്യേക സംഘം, ദില്ലി പോലീസിന്റെ പ്രത്യേക സംഘം യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനെ കൂടി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയത്. 15 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷന്റെ അറസ്റ്റ് ദില്ലി പോലീസ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇന്ന് കോടതിയിലേക്ക് കൊണ്ടുവന്നത്. ഏതായാലും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ദേശീയ അധ്യക്ഷൻ. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഈ പ്രതിഷേധിക്കുക എന്ന ഭരണഘടനാ അവകാശത്തെ തകർക്കാനുള്ള നീക്കമാണ് നരേന്ദ്രമോദി സർക്കാർ നടത്തുന്നത്. വലിയ പ്രതിഷേധത്തിനിടയിലാണ് ഉദയ് ഭാനു ചിബിനെ കസ്റ്റഡിയിൽ വിട്ടത്.